മറ്റെന്തൊക്കെയോ പ്രശ്നങ്ങളും അല്ലേ ഈ എനിക്ക് ഒരു തേരട്ട വരുന്നു എന്നുള്ള പ്രശ്നം മാത്രമല്ല, അല്ലാതെ അവിടെ അടുത്ത ബാച്ച് വരുന്നവർക്ക് വേണ്ടത്ര ഇരിക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ല എന്നുള്ള പരാതികളൊക്കെ ഉണ്ടല്ലേ. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തോന്നുന്നു, കുട്ടികളുടെ വാക്കുകളിൽ അങ്ങനെ മനസ്സിലാക്കാം. പ്രധാനമായി ഈ പുഴുവിന്റെ പ്രശ്നം, ഒപ്പം തന്നെ ശൗചാലയത്തിന്റെ പ്രശ്നം, അതേപോലെ കുറേ ജന്തുക്കളാണ്. നമ്മൾ ഈ ക്ലാസ്സിൽ നമുക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, ക്ലാസ്സിൽ നമുക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, സൗകര്യമില്ല. ഞങ്ങൾ 65 പേര് ഒരു ചെറിയ ഒരു ക്ലാസ്സിനുള്ളിലാണ്, 40 പേര് ഇരിക്കുന്ന ക്ലാസ്സിലാണ് ഞങ്ങൾ 65 പേര് ഇരിക്കുന്നത്. അത്ര അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ. ക്ലാസ് മുറികൾ പോലും അടിസ്ഥാന സൗകര്യമില്ല. ഇനി +1 ഞങ്ങൾക്ക് 2 ബാച്ചും കൂടി അധിക ബാച്ച് അനുവദിച്ച സ്കൂളാണ്. പക്ഷെ അതിനുള്ള സ്ഥലം പോലുമില്ല, ഞങ്ങൾക്ക് ഇരിക്കാനുള്ള സ്ഥലം പോലുമില്ല. പിന്നെ അവരെവിടെ ഇരുത്തും? 2 ബാച്ച് കൂടി ദിവീഷ്, ഒരു ക്ലാസ്സിൽ പോലും അത്തരത്തിലുള്ള സൗകര്യങ്ങൾ ക്ലാസ് മുറിയിൽ ഇല്ല എന്നുള്ളതാണ്. 65 പേരാണ് ഒരു ക്ലാസ് മുറിയിൽ ഇരിക്കുന്നത്, 40 പേർക്ക് മാത്രം പഠിക്കാവുന്ന ഒരു ക്ലാസ് മുറിയാണെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. അത്തരത്തിൽ അധിക ബാച്ച് അനുവദിച്ചിട്ടുണ്ട്. +1 ഈ +1 സീറ്റ് പ്രതിസന്ധിയെ തുടർന്ന് മലപ്പുറം ജില്ലയിൽ അധിക ബാച്ചുകൾ അനുവദിച്ച ഒരു സ്കൂൾ കൂടിയാണ് വിദ്യാലയം. 2 ബാച്ചുകൾ അധികം. ഈ ബാച്ചുകൾ അനുവദിക്കുമ്പോൾ പോലും നേരത്തെ മാതൃഭൂമി ന്യൂസ് ഉൾപ്പെടെ പറഞ്ഞ കാര്യമാണ്, സ്കൂളുകളിൽ അതിനുള്ള അടിസ്ഥാന കമ്മീഷൻ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടോ, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്ന്. അതിനുള്ള ഉദാഹരണം കൂടിയാണ് ഈ പ്രതിഷേധത്തിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. ഈ അതിനുള്ള പര്യാപ്തമായ സൗകര്യം പോലും ഇല്ലാതെയാണ് ഈ അധിക ബാച്ചുകൾ അനുവദിക്കുന്നത് എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ ായാലും മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങളിൽ ഒന്ന് എന്നുള്ളതാണ്. പ്രധാനമായും അടിസ്ഥാന സൗകര്യം, ഈ വൃത്തിഹീനമായ ഈ ശൗചാലയങ്ങളുടെ പ്രശ്നം, അതുപോലെ തന്നെ ക്ലാസ് മുറിയിൽ പോലും അടിസ്ഥാനപരമായ സൗകര്യമില്ല എന്നുള്ളതാണ്.